വിനായക ചതുർത്ഥി ആഘോഷ നിറവിലാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. വിനായക സന്നിധിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദർശനം നടത്തി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിനായക ചതുർത്ഥി മംഗളദീപവും അദ്ദേഹം തെളിയിച്ചു. കേരളീയ വേഷമണിഞ്ഞ് ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയത്. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. മള്ളിയൂർ മഹാഗണപതിക്ക് മുന്നിൽ നാളികേരം ഉടച്ച ശേഷം ഗവർണർ ക്ഷേത്ര ദർശനം നടത്തി. വൈഷ്ണവ ഗണപതിയെയും ഉപദേവതകളെയും വണങ്ങിയ ശേഷം വിനായക ചതുർത്ഥി മംഗളദീപവും അദ്ദേഹം തെളിയിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി സ്വാദു ആനന്ദവനം ഭാരതി മഹാരാജ്, ഫ്രാൻസിസ് ജോർജ് എം പി, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗവർണറുടെ ക്ഷേത്ര സന്ദർശനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗണോദ്യോഗമാണ് നടക്കുന്നത്. 10,000 നാളികേരം കൊണ്ടുള്ള മഹാഗണോദ്യോഗമാണ് സർവശ്രേയസ്സിനുമായി നമ്മൾ നടത്തുന്നത്. നമ്മുടെ കേരള ഗവർണർ ആർലേക്കർ അദ്ദേഹം ഇവിടെ വരികയും ആ മള്ളിയൂർ മഹാഗണപതിയെ ദർശിക്കുകയും നമ്മുടെ ഇല്ലത്ത് വന്ന് അദ്ദേഹത്തിനുണ്ടായ ഭാഗ്യത്തെപ്പറ്റി അദ്ദേഹം വളരെ ആനന്ദത്തോടുകൂടി പറയുകയുണ്ടായി. ആ ഒരു ആനന്ദം തന്നെയാണ് ഏറ്റവും വലുത്. അങ്ങനെയുള്ള മഹാത്മാക്കൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ചൈതന്യം, അതൊക്കെയാണ് മള്ളിയൂർ ഗണപതിയിലെ എല്ലാവിധ സർവശ്രേയസ്സിനും കാരണം. മഹാഗണപതിയുടെയും ഞങ്ങളുടെയും ഒക്കെ വലിയ വലിയ മഹാത്മാക്കൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ധന്യമായ മുഹൂർത്തം, അത് തന്നെയാണ് വേണ്ടത്. വിനായക ചതുർത്ഥി ദിനമായ നാളെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10,008 നാളികേരം ഉപയോഗിച്ചുള്ള മഹാഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടക്കും. മഹാഗണപതി ഹോമത്തിനൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഗജപൂജയും ഉണ്ടാകും. 13 ഗജവീരന്മാരെയാണ് ഇക്കുറി മള്ളിയൂർ സവിധത്തിൽ പൂജിക്കുന്നത്. ജനം, കോട്ടയം. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, വിനായക ചതുർത്ഥി ആഘോഷ നിറവിലാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. ഒപ്പം ഗവർണർ അവിടെ എത്തി ദർശനം നടത്തി. മറ്റു വിവരങ്ങൾ. തീർച്ചയായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ക്ഷേത്ര സന്നിധി ഒന്നാകെയുള്ളത്. ചെറിയ വിളക്കിൻ്റെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ എഴുന്നള്ളിപ്പ് കഴിയുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ പുലർച്ചെ 4 മണിക്കാണ് നിർമ്മാല്യ ദർശനം. ഇതിനുശേഷമാണ് ഗണപതി ഹോമം ആരംഭിക്കുക. മഹാഗണപതി ഹോമമാണ് നടക്കുന്നത്. 10,008 തേങ്ങയുടെ ഗണപതി ഹോമമാണ് നാളെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ മുതൽ തന്നെ വലിയ ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തും. ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്ര അധികൃതരുടെ ഭാഗത്തു നിന്നും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനായി മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് നാളത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? നാളെ രാവിലെ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും മഹാഗണപതി ഹോമം ആരംഭിക്കും. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം. ഏകദേശം ഒരു 10:30 ഒരു 12 ആനകളുടെ ഗജപൂജ
അതിനുശേഷം 10,008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമ സമർപ്പണം, അതുപോലെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം, അത് വൈകിട്ട് മട്ടന്നൂർ ശങ്കരക്കുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള മേളം, അതുപോലെ പ്രശസ്തരായ നാദസ്വര വിദ്വാന്മാരുടെ നാദസ്വര കച്ചേരികൾ, അതുകൂടാണ്ട് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തന്മാർക്കും അന്നദാനം എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന പറ്റുന്ന എത്രയും ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടാണ് ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പാണ് കേരള ഗവർണർ കൂടി എത്തിയത്. എന്തായാലും ആ ഒരു സന്ദർശനമൊക്കെ തന്നെ ഒരു വലിയ അനുഭവം തന്നെയല്ലേ? തീർച്ചയായിട്ടും കേരള ഗവർണർ അദ്ദേഹം മള്ളിയൂർ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ ഭക്തിയോടുകൂടി ഇവിടെ വന്ന് ക്ഷേത്രത്തിലെത്തുകയും ഈ വിനായക ചതുർത്ഥി ദീപം അദ്ദേഹം കൊളുത്തി ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ചു. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇനിയും നാളെയും എല്ലാവരും എത്തിച്ചേരണം. എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ചെറിയ വിളക്കാണ്. 3 ഗജവീരന്മാരുടെ അകമ്പടിയിലാണ് ഇപ്പോൾ എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രപഞ്ചം തന്നെ തീർത്തുകൊണ്ട് വലിയ ഒരു തിരക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിലേക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഉത്സവ ലഹരിയിലാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. വിനായക ചതുർത്ഥിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തത്സമയം നൽകിയത്.